ഇവിടെ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കഴിഞ്ഞ 11 മാസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുണ്ടായതും വിലവർധനമുണ്ടായ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാ? മാർക്കറ്റിൽ ഇടപെടുന്ന കാര്യത്തിൽ ദയനീയമായി കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പൊ പറഞ്ഞാൽ ഈ പൈസ എടുത്താൽ കൊടുക്കാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. ഞങ്ങൾ ഈ പൈസ എടുത്ത് ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസി. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിക്ക് 3000 കോടി രൂപ കടമായി കൊടുക്കാനുള്ളത് ബാക്കി വെച്ചിട്ടാണ് പോയത്. ഇവിടുന്ന് കിട്ടുന്നത് 500 കോടി രൂപയാണ്. 500 കോടി രൂപയാണ്. അപ്പൊ ആ പൈസ എടുത്ത് കൊടുത്താൽ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന ഈ കട ആര് കൊടുക്കും? ആ കടം കൊടുത്താൽ മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മാർക്കറ്റിൽ ഇടപെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈ രൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടണ്ടേ? ഇൻഫ്ലേഷണറി പ്രഷർ എന്ന് പറയുന്നത് കേരള ഇക്കോണമിയുടെ മീതെ വർദ്ധിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഗൾഫ് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് റെമിറ്റൻസ് കുറയാണ്. നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് ആണ്. ആ റെമിറ്റൻസ് ഒരു വശത്ത് കുറയാണ്. യുദ്ധത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ പേര് പറഞ്ഞ് വലിയ തോതിൽ പാചകവാതകത്തിന്റെയും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിച്ചപ്പോൾ നേരത്തെ തന്നെ ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ, നാണ്യപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം വീണ്ടും അത് താങ്ങേണ്ട സ്ഥിതിയാണ്. രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് കേരളം പോകും. LPG സിലിണ്ടറിന്റെ കാര്യം മാത്രം 25% വരെ ഹോട്ടലിലെ ഭക്ഷ്യസാധനങ്ങളുടെ വില വർധന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ഇൻസ്പെക്ഷൻസ് നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന്.